നമസ്കാരം. ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തിയത് നീണ്ട ദിനങ്ങളുടെ തയ്യാറെടുപ്പാണ് ജയിൽ ചാടുന്നതിനായിട്ട്. ഇയാൾ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി വളരെ കുറച്ച് ഭക്ഷണം മാത്രം, ചപ്പാത്തിയും അതുപോലെ തന്നെ പച്ചക്കറികളും മാത്രം കഴിച്ചു. മാംസാഹാരം ഒഴിവാക്കി. അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ കൂടെ കിട്ടുന്ന ഉപ്പ് ഉപയോഗിച്ച് ജയിൽ അഴികൾ, ഇരുമ്പ് കമ്പികൾക്ക് ഇടയിൽ അത് വെള്ളം ചേർത്ത് വെച്ച് തുരുമ്പെടുപ്പിച്ചു മുറിക്കാനുള്ള എളുപ്പത്തിന്. ഹാക്സോ ബ്ലേഡ് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഒരു അര ഹാക്സോ ബ്ലേഡിന്റെ 2 കഷ്ണങ്ങളാണ് ഇയാൾ ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, കാരണവർ വധക്കേസിൽ ശിക്ഷ ഇളവ് കിട്ടി ഷെറിൻ എന്ന വ്യക്തി പുറത്തിറങ്ങിയത് ഇയാളിൽ വലിയ മാനസികമായ ചില സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇയാൾ ജയിൽ അധികൃതരെ പ്രകോപിപ്പിക്കുന്നതിനായിട്ട് സൈക്കോയായിട്ട് അഭിനയിച്ചു. മലം വാരിയെറിഞ്ഞു, ജനലിലൂടെ മലം വാരിയെറിഞ്ഞു, ജയിലിന്റെ ഭിത്തികളിലൊക്കെ മലശോധനയ്ക്ക് ശേഷം ഈ മലം തൂത്തുവെച്ചു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സൈക്കോയായി അഭിനയിച്ചുകൊണ്ട് ഇയാൾ ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ചില ജയിൽ വാർഡന്മാർ, ട്രെയിനികൾ ഉണ്ടായിരുന്നു അവിടെ. അവരാണ് ഇത് ആദ്യം കണ്ടത്. അതായത് ജയിലിന്റെ മതിലിന്റെ സൈഡിൽ ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ കണ്ടെത്തുകയും അവർ ജയിൽ സൂപ്രണ്ടിനെയും മറ്റുദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ജയിൽ എസ്കേപ്പ് നടന്നതായിട്ട് അധികൃതർക്ക് ബോധ്യമാകുന്നത്. ഉടൻ തന്നെ അവരെല്ലാം സ്ഥലത്തെത്തി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമിയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3-4 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ ഒരു ജയിൽ മതിൽ, അതും ഇലക്ട്രിക് ഫെൻസിങ്, പ്രത്യേകമായ കമ്പികളിൽ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടുള്ള ഫെൻസിംഗ് ഉണ്ട്. ഈ ഫെൻസിംഗിൽ ആ സമയത്ത് വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഇതാരാണ് ഓഫ് ചെയ്തത്? അകത്തും പുറത്തും ഇയാൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ പുറത്തെ സഹായത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല ഈ സംഭവ വികാസങ്ങൾ മനസ്സിലാകുമ്പോൾ. കാരണം പുറത്തെത്തി ഇയാൾ പോയത് നടന്നാണ്. ഏതാണ്ട് 4 കിലോമീറ്ററോളം നടന്നു പോയതിനു ശേഷമാണ് ഇയാൾ പിന്നീട് ഡ്രസ്സ് മാറി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചതും ഒക്കെ എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അകത്തെ സഹായം ഏതാണ്ട് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മതിലൊന്നും ചാടിക്കിടക്കാനും, 2 മതിലുകൾ പ്രത്യേകമായി തയ്യാറാക്കി ഒരു മതിൽ എങ്ങനെയെങ്കിലും ചാടിക്കിടക്കാം. പക്ഷേ ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള മതിൽ ചാടിക്കിടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇയാളൊരു മാനസിക രോഗിയായി അഭിനയിക്കുകയും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ ജയിൽ അധികൃതരുടെ അനുകമ്പ പിടിച്ചു പറ്റാൻ ശ്രമിച്ചു. അങ്ങനെ പല രീതിയിൽ ഇയാൾ ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കുന്നില്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കുന്നതിനും ജയിൽ ചാട്ടം എളുപ്പമാക്കുന്നതിനും വേണ്ടി. ശരിക്കും ജയിൽ ചാടാൻ ഇയാൾക്ക് പ്രചോദനമായത് ഈ സ്ത്രീ തടവുകാരിയുടെ മോചനമാണ്, ഷെറിന്റെ മോചനമാണ്. ഇവർക്ക് നേരത്തെ ശിക്ഷയിളവ് കിട്ടി മോചനം സാധ്യമായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ ഇയാളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉടലെടുക്കുകയും എങ്ങനെയെങ്കിലും ജയിൽ ചാടണം എന്ന് വിചാരിക്കുകയും ചെയ്തു. ഇയാൾ കൊടും ക്രിമിനലാണ്, ഡേഞ്ചറസുമാണ്, ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ കൂടിയാണ് ഇയാൾ. ആ പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നു. ഇയാൾ ഈ ഒരു കൈ കൊണ്ടാണ് ഇതൊക്കെ തന്നെ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട്, വ്യക്തമായ സഹായം, ഇതിലും ഭേദം ജയിലിന്റെ വാതിലുകളൊക്കെ ഇയാൾക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു, ഇയാളെ കഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് ക്രിമിനലുകളാണ്, CPM ക്രിമിനലുകളാണ് എന്ന ഒരു വാദമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളടക്കം ഇവിടെ ഭരണം നടത്തുന്നു, ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമൊക്കെ കൊടുക്കുന്നത് ഈ കൊടിസുനി അടക്കമുള്ള ആളുകളാണ് എന്നൊരു വാദവും കോൺഗ്രസ് നേതാക്കളും കെ സുധാകരനും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇയാൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ജയിൽ ചാടിയത്. നാട്ടുകാരുടെ സഹായമില്ലെങ്കിൽ ഇത് ഇത്ര പെട്ടെന്ന് ഇയാളെ പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. മാത്രമല്ല, ജയിൽ ചാടിക്കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ്, 3-4 മണിക്കൂറുകൾ കഴിഞ്ഞാണ് അധികൃതർ ഇതറിയുന്നത്. ഇയാൾ സംസ്ഥാനം വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു, ജില്ല വിട്ടു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ ജില്ലയിൽ തന്നെ ഇയാൾ കറങ്ങിത്തിരിഞ്ഞ് നിന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് പുറത്തുള്ള സഹായം ഇയാൾക്ക് അധികം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സൂചകമാകുന്നത്. അല്ലെങ്കിൽ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് മംഗലാപുരത്തിനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വയനാട് വഴി മൈസൂർക്കോ എങ്ങനെ വേണമെങ്കിലും ഇയാൾക്ക് പോകാം. വേണ്ട, കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം, കാസർഗോഡ് ജില്ലയിലേക്ക് പോകാം, അതുവഴി മംഗലാപുരത്തിന് പോകാം, എന്തും സാധിക്കും. പക്ഷെ ഇയാൾ നടന്നും ഓടിയുമൊക്കെയാണ് പലയിടത്തും ചെന്നുപെട്ടത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും സൈക്കോയെ അഭിനയിച്ചുകൊണ്ട് ഷെറിന്റെ മോചനം പ്രചോദനമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജയിൽ ചാട്ടമാണ് നടത്തിയത്. മണിക്കൂറുകൾക്കകം ഇയാൾ പിടിയിലാവുകയും ചെയ്തു. അതിസാഹസികമായിട്ടാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് ഇയാളെ ഒരു കിണറ്റിൽ നിന്ന് പിടികൂടി കരക്കെത്തിച്ചത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ ജയിൽ സുരക്ഷയും മറ്റു കാര്യങ്ങളും അതിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ
കാരണം ഇയാൾ ചിലപ്പോൾ അവിടെ എത്തി സൗമ്യയുടെ അമ്മയെ ആക്രമിക്കാം, കുടുംബാംഗങ്ങളെ ആക്രമിക്കാം, വേറെന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റ് സ്ത്രീകളെ ആക്രമിക്കാം. ഇയാൾക്ക് അങ്ങനെ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു അംശമുണ്ട് ഇയാൾക്ക്. സ്ത്രീകളെ എങ്ങനെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുക എന്നത് ഇയാളുടെ ഒരു രീതിയാണ്. കൊടും ക്രിമിനലാണ്, അപകടകാരിയായ ക്രിമിനലാണ്. ഇപ്പം വഴിയിൽ കൂടെ പോകുന്ന മറ്റ് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഇയാൾ തന്നെ എവിടെയെങ്കിലും ചെന്നിട്ട് സ്ത്രീകളെ ആക്രമിക്കാം, പീഡിപ്പിക്കാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കാം. കൊടും ക്രിമിനൽ പശ്ചാത്തലമാണ്. ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ എന്താകും എന്നുള്ള ആശങ്കയിലാണ് സൗമ്യയുടെ അമ്മ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും മണിക്കൂറുകൾ കൊണ്ട് ഇയാളെ പിടിക്കാൻ സാധിച്ചു എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇയാൾക്ക് കൂടുതൽ സുരക്ഷയും ഇയാൾക്ക് കൂടുതൽ ശക്തിമത്തായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇയാളെ പ്രത്യേകമായ സെല്ലിൽ താമസിപ്പിക്കുകയും അതുപോലെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജയിൽ ചാടിയത് ഗോവിന്ദച്ചാമി ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചത് എന്ന് തോന്നുന്നു. കാരണം ഇയാളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. നാട്ടുകാർ കൂടി ഇടപെട്ടത് കൊണ്ടാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത്. കൃത്യമായി പ്ലാൻ ചെയ്തുള്ള ജയിൽ ചാട്ടമായിരുന്നു ഇത് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ആരുടെയൊക്കെ സഹായം കിട്ടി, ആരൊക്കെ സഹായിച്ചു എന്നത് ഇനി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.